ഹലോ, അതെ, എൻ്റെ പേര് സഫിയ ഷഫീഖ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് മുമ്പിലുള്ളത് പ്ലേലിസ്റ്റിലുണ്ട്. ആ ഡേ 1 മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡേ 14 കുറിച്ചാണ്. ഡേ 14 എന്ന് പറയുന്നത് ഹാവ് എ മാജിക്കൽ ഡേ. ഓരോ ദിവസവും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഓരോ ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഒരു കിച്ചണിൽ തന്നെയല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റിയും ഹൗസ് വൈഫിനുണ്ടായിരിക്കും. പിന്നെ ഒരു ഓഫീസിൽ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഓഫീസിൽ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ആ ഡോക്ടറെ അടുത്തേക്ക് ചികിത്സയ്ക്കായിട്ട് വരുന്നവരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഹെൽത്തി ലൈഫിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടർ ഉത്തരവാദിത്തം. അങ്ങനെ ഓരോ ആളുകൾക്കും, ഒരു ടീച്ചറെ സംബന്ധിച്ച് ആ സിലബസിലുള്ള കാര്യം അന്ന് തയ്യാറാക്കി ആ കുട്ടികളെ പഠിപ്പിക്കാനും ആ കുട്ടികളോട് നന്നായി പെരുമാറാനും ഒക്കെ ഒരു ടീച്ചറെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ഭംഗിയാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ജോലിക്കും അതിൻ്റേതായ വ്യത്യാസപ്പെട്ടിരിക്കും അവരുടെ ഉത്തരവാദിത്തങ്ങളും ബാക്കി കാര്യങ്ങളും. അപ്പം എങ്ങനെ ആ ദിവസത്തെ ഭംഗിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഡേ. അപ്പം തലേ ദിവസം തന്നെ നമ്മളതിനുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾക്കുള്ള ജോലി എന്താണെങ്കിൽ പോലും, അതായത് എന്ത് തന്നെയാണ് നമ്മളുടെ ജോലിയെങ്കിലും ആ ജോലിയെ സംബന്ധിച്ചുള്ള ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്ര മണിക്കുള്ളിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളതാണ് ശരി. നേരെ മറിച്ച് ഇന്ന് ഞാൻ ജോലിക്ക് പോകണ്ടേ, ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണ്ടേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് വരാം. അതിന് ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ ഒരു ദിവസം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവാണ് എങ്കിലും പറയാം, മടി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെ ജീവിതത്തിലും ഒരു മടിയും അലസതയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവനെ നമ്മൾ അടിച്ചമർത്തി പകരം നമ്മളിങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ ചിന്തിച്ച് ആ മടിയൊക്കെ ദൂരെ കളഞ്ഞിട്ടാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയും പതുങ്ങിയൊക്കെ ഇരിക്കാനൊക്കെ ചില സമയങ്ങളിൽ ഇഷ്ടമായിരിക്കും. പിന്നെ ജോലി ചെയ്താലാണല്ലോ പൈസ കിട്ടുക എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ജോലിക്ക് പോവുക എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടി ഭംഗി നമ്മളുടെ വീട്ടിലിങ്ങനെ മഴയെ ആസ്വദിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഒരു പക്ഷേ തോന്നുമായിരിക്കും പിന്നെ വീണ്ടും നമ്മൾ ജോലിക്ക് പോയാലാണല്ലോ നമ്മളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ജോലിക്ക് പോകും. അങ്ങനെയുള്ള ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് വരും കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു കഴിഞ്ഞൊരു ദിവസം. അന്ന് നമ്മൾ എന്ത് തൊട്ടാലും നമുക്കെന്ത് ചെയ്യാം, ആ മടി നമ്മളുടെ ഉള്ളിലുണ്ട്. ഇന്ന് നമുക്ക് ഇങ്ങനെ പോയാലല്ലേ നമ്മളുടെ കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയൊരു ദിവസം എല്ലാ കാര്യത്തിനും തടസ്സമാണ്. A to Z തടസ്സം. അത് 1 by 1 ആയിട്ട് ഞാൻ പറയുന്നില്ല, ലാസ്റ്റത്തെ ഒരു സംഭവം പറയാം. ജോലി കഴിഞ്ഞ് ഏകദേശം ഒരു 4-4:30 ആയിട്ടുണ്ടാവും. നമ്മൾ സ്കൂളിൽ ഒരു HMൻ്റെ ഓഫീസ് റൂമിലായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ തിരികെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ ഒരു 4:30 ശേഷം നമ്മളവിടെ സംസാരിച്ചിറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് കയറി. ഒരു ഏകദേശം നമുക്ക് അന്ന് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ വാങ്ങിച്ച് ഒരു 5:30-5:45 6 മണിയാകുമ്പോഴത്തേക്കും അന്ന് വീട്ടിലെത്താവുന്നുള്ളൊരു രീതിയിലാണ് കണക്ക് കൂട്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴാണ് എല്ലാം അടച്ചെല്ലാവരും പോയതിന് ശേഷം നോക്കുമ്പോൾ എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലില്ല. അതിനു മുമ്പ് ഒരുപാട് തടസ്സങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ രാവിലെ മുതൽ അന്നത്തെ കാര്യം നെഗറ്റീവ് വിചാരിച്ചത് കൊണ്ട് ഒരുപാട് നെഗറ്റീവ് സംഭവിച്ചത് ഉണ്ട്. അതൊന്നും പറയില്ല, ലാസ്റ്റത്തെ സംഭവമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഈ മൊബൈൽ ആ സമയത്ത് ഇറങ്ങുന്നതിന് പകരം എല്ലാവരും പോയി ഓഫീസ് അടച്ചിട്ട് വീണ്ടും ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂറെങ്കിലും വീണ്ടും നമുക്ക് ഒരു തടസ്സം നേരിട്ടതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മളുടെ കാര്യത്തിന് എന്ത് നമ്മൾ നെഗറ്റീവ് വിചാരിക്കുന്നു തിരികെ ഫുള്ള് അതിന് മുമ്പായിട്ട് വേറെ കുറേ കാര്യങ്ങൾ അന്നത്തെ ദിവസം നെഗറ്റീവായിട്ടാണ് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ഇന്നത്തെ ഡേ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം, ഇന്ന് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ
നമുക്ക് ആ ദിവസങ്ങളൊക്കെ കുറച്ചും കൂടിയും ഭംഗിയായിട്ട് തന്നെ പോകാൻ പറ്റുന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. ഒരുപക്ഷെ നമ്മളുടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഫ്രണ്ടിനെ കണ്ടെത്തുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട സാധനം ഡിസ്കൗണ്ടിലായിട്ട് നമ്മളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അത് എന്തെങ്കിലുമൊക്കെ പല സാഹചര്യത്തിലും സന്ദർഭത്തിലും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. നമ്മൾ ഹാപ്പി ആയിട്ടാണ് ആ ഒരു ഡേ തുടങ്ങുന്നതെങ്കിൽ നമുക്കങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. നേരെ മറിച്ച് ഇന്നത്തെ ദിവസം ഒരു സുഖമില്ല, ഇന്നിങ്ങനെ പോണ്ടേ ചെയ്യണ്ടേ എന്ന് നമ്മൾ മടി വിചാരിച്ച് അലസത വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നിൻ്റെ പുറകിൽ ഇങ്ങനെ തടസ്സങ്ങളായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ ഇന്ന് രാവിലെ ഇൻലോസിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കണ്ടേ, അതായത് കേൾക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഡേ തുടങ്ങുകയാണെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയായിരിക്കും. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കറി ആൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നമ്മളെ പ്രശംസിക്കുമെന്ന് വിചാരിച്ച് അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ രാവിലെ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുമ്പും അതന്നെ ആലോചിക്കുക, ഇന്നത്തെ ഡേ എങ്ങനെ ഭംഗിയാക്കാം, അവരിൽ നിന്നും എങ്ങനെ പ്രശംസകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ നമുക്കൊരു നമ്മളെ പ്രശംസിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നും എങ്ങനെ നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. അങ്ങനെ മാത്രം നമ്മൾ ആലോചിച്ച് മനസ്സാണ് നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരും. അപ്പം തന്നെ നമ്മൾ പറയാം ക്യാൻസൽ. നമുക്ക് ഇന്ന് ഞാനൊരു ഡേ വിചാരിച്ചിരിക്കുന്നത് നല്ല ഡേ ആയിട്ടാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, അതെനിക്ക് ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതാണ് നമ്മൾ മാജിക്കൽ ഡേ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഡേ ഭംഗിയാക്കാൻ വേണ്ടി ഓരോ ദിവസം തന്നെ തലേ ദിവസം ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പോൾ മുമ്പൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ എഴുതുമായിരുന്നു. ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ, അതായത് ഇന്നിടെ ഇത്ര സ്ഥലത്ത് ഇത്ര ആൾക്കാരെ മീറ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ അവരായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് ആ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. നേരെ മറിച്ച് ഇതൊന്നും തയ്യാറാക്കാത്ത ഒരു ദിവസം ഇന്നെങ്ങനെ എപ്പോൾ എന്ത് ചെയ്യും എവിടെ ചെയ്യും എന്നൊക്കെ നോക്കുമ്പോൾ ഒരു ദിവസം അന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ ഒരാഴ്ച എടുക്കും ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് പോകുന്നുള്ളതാണ് ശരി. അപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ പറ്റുമെങ്കിൽ ഒരു ബുക്കും പേപ്പറും ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ മൈൻഡിൽ തന്നെ നിങ്ങളിങ്ങനെ കുറിച്ച് വയ്ക്കും. മൈൻഡിൽ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ മറക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യം കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഒരു ടിക്കറ്റ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല എല്ലാം നല്ലതായിട്ട് നമ്മളിങ്ങനെ ആര് മീറ്റ് ചെയ്യുന്നു അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ അത് എനിക്കിന്ന് സക്സസ് ആയിരിക്കും. ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ആ കുട്ടികൾക്കത് ക്ലാസ്സിൽ വെച്ച് തന്നെ മനസ്സിലാക്കാനും അത് അവർ കറക്റ്റായിട്ട് ചെയ്യാനും പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോരുത്തരും നമ്മളുടെ റെസ്പോൺസിബിലിറ്റികൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഓരോ ഡേയും ആരംഭിക്കുക. നമുക്കിപ്പോൾ പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡായിട്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നുള്ളതാണ് സത്യം. അപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ നല്ലതാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ താങ്ക് യു പറയുക. ഇന്നത്തെ ദിവസം നല്ലതാക്കിയതിന് നമ്മൾ ഏത് മതവിശ്വാസത്തിലുള്ളവരാണോ അവരുടെ ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് പറയാനൊരു ബുദ്ധിമുട്ടില്ല, നമ്മളുടെ മനസ്സുകൊണ്ട് നല്ലതാണെന്ന് ചിന്തിക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഓരോ ദിവസവും ഭംഗിയുള്ളതാക്കട്ടെ. ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. എല്ലാം ഒരു കാര്യമല്ല, 10 കാര്യമല്ല, 20 കാര്യമില്ല, എത്ര കാര്യമുണ്ടെങ്കിലും അതെല്ലാം നല്ല തന്നെയായിട്ട് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല തന്നെയായിട്ടേ സംഭവിക്കുള്ളൂ. അപ്പോൾ നിങ്ങളും അങ്ങനെ മാറ്റി ചിന്തിക്കുക, ഓരോ ദിവസവും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതുവരെയുള്ള ഡേകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കമൻ്റ് ആണെങ്കിലും നിങ്ങൾ അതിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോ കമൻറ്റും എന്നെ സംബന്ധിച്ച് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ
നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എൻ്റെ ക്ലാസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം, അതായത് ഇപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മണി ബ്ലോക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ജോലി കിട്ടാതിരിക്കുകയോ, അല്ലെങ്കിൽ ഒരു വീട് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എന്നോട് ചെറുതായിട്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി എൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.